എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാനയാണ് പഠിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് ആമുഖം ഒന്ന് പരിശോധിക്കാം. ആമുഖം വായിച്ച ശേഷം ഞാനതൊന്ന് ചുരുക്കി പറഞ്ഞുതരാം. ആമുഖം: സമൂഹത്തിന് കൈമോശം വന്ന മൂല്യങ്ങൾ തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിൻ്റെ ഫലമായാണ് ഭക്തിപ്രസ്ഥാനം രൂപം കൊണ്ടത്. ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും പല കാലത്തായി ഇത് പ്രചാരം നേടി. മലയാള സാഹിത്യത്തിൽ ഭക്തിപ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവായി അറിയപ്പെടുന്നത് എഴുത്തച്ഛനാണ്. മലയാളത്തിലെ ഭക്തകവികളിൽ അഗ്രഗണ്യനാണ് പൂന്താനം. അദ്ദേഹം തികഞ്ഞ ഒരു ഭാഷാ കവിയായിരുന്നു. ലളിതമധുരമായ ഭാഷയിൽ അദ്ദേഹം ഭക്തികാവ്യങ്ങൾ രചിച്ചു. പൂന്താനത്തിൻ്റെ കാവ്യരീതി പാന എന്ന നിലയിൽ പ്രസിദ്ധമായി. പാന ഒരു ഭാഷാവൃത്തമാണ്. നാടോടി ഗാന രീതിയിൽ നിന്നാവാം ഇത് ഉരുത്തിരിഞ്ഞത്. തൻ്റെ ചുറ്റുപാടുമുള്ള ജനജീവിതത്തിലെ വൈകല്യങ്ങൾ പൂന്താനം ചൂണ്ടിക്കാട്ടുന്നു. അവയിൽ നിന്ന് മോചനം നേടേണ്ടതിൻ്റെ അനിവാര്യത അദ്ദേഹം വ്യക്തമാക്കുന്നു. നിർമ്മലമായ ഭക്തിയുടെ മാർഗമാണ് കവി ഉപദേശിക്കുന്നത്. ഭക്തിയും തത്വചിന്തയും ഇടകലർന്ന ജ്ഞാനപ്പാനയിലെ ഒരു ഭാഗം ഇവിടെ പരിചയപ്പെടുത്തുന്നു. ആദ്യം തന്നെ നമുക്ക് ഭക്തിപ്രസ്ഥാനം എന്താണെന്നൊന്ന് നോക്കാം. ആദ്യം പോയിന്റുകളൊക്കെ ഒന്ന് വായിച്ചു തരാം, എന്നിട്ടത് വിശദീകരിച്ചു തരാം കേട്ടോ. മലയാളത്തിൽ ഭക്തിപ്രസ്ഥാനം കൊണ്ടുവന്നത് എഴുത്തച്ഛനാണ്. നമ്മൾ ആമുഖത്തിൽ പരിചയപ്പെട്ടു അല്ലേ, മലയാളത്തിൽ ഭക്തിപ്രസ്ഥാനം കൊണ്ടുവന്നത് എഴുത്തച്ഛനാണ് എന്നുള്ളത്. ജാതി ചിന്തകളാലും അജ്ഞതയാലും മനുഷ്യർ വിഭജിക്കപ്പെടുമ്പോൾ ഇങ്ങനെയൊരു കഠിനമായ പ്രതിസന്ധിയിലൂടെ നമ്മുടെ നാട് കടന്നു പോകുമ്പോഴാണ് ഭക്തിപ്രസ്ഥാനം ഉദയം കൊള്ളുന്നത്. ഈ ഒരു ദുസ്ഥിതിയിൽ നിന്നും മോചനം നൽകാൻ വേണ്ടി ഭക്തിപ്രസ്ഥാനം രൂപം കൊണ്ടു. ഭക്തിയിലൂടെ മാത്രമേ മനുഷ്യരെ നന്മയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയാണ് ഈ പ്രസ്ഥാനം രൂപം കൊണ്ടത്. അപ്പോൾ ഭക്തിപ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് എഴുത്തച്ഛനാണെന്ന് പറഞ്ഞു അല്ലേ. അന്നത്തെ കാലത്തെ കേരളത്തിൻ്റെ അവസ്ഥ നമുക്ക് തന്നെ അറിയാം. അത്രയേറെ ജാതീയത കൊടികുത്തി വാണിരുന്ന കാലത്ത് മനുഷ്യരെ തന്നെ വിഭജിച്ചിട്ടുണ്ടായിരുന്നു ജാതിയുടെ പേരിൽ. അങ്ങനെ കുത്തഴിഞ്ഞ ഒരു സമൂഹത്തെ ഭക്തിയുടെ പാതയിലൂടെ മാത്രമേ നേർവഴിക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ എന്ന് ആർക്ക് മനസ്സിലായി? ഈ ഭക്തിപ്രസ്ഥാനത്തിൻ്റെ പ്രയോക്താക്കൾക്ക് മനസ്സിലാവുകയാണ്. അപ്പോൾ എഴുത്തച്ഛൻ അത്തരമൊരു ദുസ്ഥിതിയിൽ നിന്നും സമൂഹത്തെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഭക്തിപ്രസ്ഥാനത്തിന് രൂപം കൊടുത്തത്. ഭക്തിയിലൂടെ മാത്രമേ ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ നന്മയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കി. ഭക്തിപ്രസ്ഥാനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സമൂഹത്തെ ശുദ്ധീകരിക്കുക എന്നുള്ളത് മാത്രമാണ്. സമൂഹത്തെ വൃത്തിയാക്കുക. ഒരുപാട് നന്മകളും മൂല്യങ്ങളും നഷ്ടപ്പെട്ട സമൂഹത്തെ ഭക്തിയിലൂടെ മാത്രമേ മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഭക്തിപ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ കവികൾക്ക് മനസ്സിലായ കാര്യം. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനെ പോലെ തന്നെ ഭക്തകവികളിൽ പ്രമുഖനാണ് നമ്മുടെ പൂന്താനം. ഇപ്പോൾ പൂന്താനത്തെക്കുറിച്ച് പറയുമ്പോൾ ആമുഖത്തിൽ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം ഒരു തികഞ്ഞ ഭാഷാ കവിയായിരുന്നു. ഭാഷയെ അത്രയേറെ സ്നേഹിച്ച ഒരു കവിയാണ് പൂന്താനം. ലളിതമധുരമായ ഭാഷയിലാണ് അദ്ദേഹം ഭക്തികാവ്യങ്ങൾ എഴുതിയത്. അതായത് അന്നത്തെ കാലത്തൊക്കെ ഈ സംസ്കൃതത്തിലായിരുന്നു ഏറ്റവും കൂടുതലായിട്ട് കാവ്യങ്ങൾ ഉണ്ടായിരുന്നത്. അതൊരു തരത്തിൽ പണ്ഡിതന്മാർക്ക് മാത്രം മനസ്സിലാവുന്ന ഭാഷയായിരുന്നു സംസ്കൃതം എന്ന് പറയുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ മലയാള ഭാഷയിൽ കൃതികൾ രചിച്ച ഒരു കവിയാണ് പൂന്താനം. ഇനി നമുക്ക് പൂന്താനത്തെ ഒന്ന് പരിചയപ്പെടാം. 18ാമത്തെ പേജിൽ ഗ്രന്ഥകാര പരിചയം എന്നുള്ള കോളത്തു നിന്നാണ് ഞാൻ വായിക്കുന്നത് കേട്ടോ. ഒന്ന് ചുരുക്കി പറഞ്ഞുതരാം. കേരളത്തിലെ ഭക്തിപ്രസ്ഥാനത്തിന് വിലപ്പെട്ട സംഭാവന നൽകിയ കവിയാണ് പൂന്താനം. 16ാം നൂറ്റാണ്ടിലാണ് അദ്ദേഹം ജീവിച്ചത് എന്നാണ് വിശ്വസിക്കുന്നത്. ഈ പൂന്താനം ഇല്ലത്താണ് അദ്ദേഹം ജനിച്ചത്. പൂന്താനം ഇല്ല നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മലപ്പുറത്ത് പെരിന്തൽമണ്ണയ്ക്കടുത്താണ് ഈ പൂന്താനം ഇല്ല ഉള്ളത്. അവിടെയാണ് അദ്ദേഹം ജനിച്ചത്. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ സമകാലികനാണ്. മേൽപ്പത്തൂരിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സമകാലികനാണ് പൂന്താനം. ഈ പൂന്താനവും മേൽപ്പത്തൂരും തമ്മിലൊരു കഥയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ സംസ്കൃത പണ്ഡിതനാണ് മേൽപ്പത്തൂർ. അദ്ദേഹം വാതരോഗം ബാധിച്ച് ഇരിക്കുമ്പോഴാണ് പൂന്താനം അദ്ദേഹത്തെ കാണുന്നത്. കാണാൻ പോവുകയും താൻ എഴുതിയ ഒരു കാവ്യം, ഭാഷാകാവ്യം അദ്ദേഹത്തോട് നോക്കിയിട്ട് തനിക്ക് തെറ്റുകളൊക്കെ തിരുത്തി നൽകാൻ ആവശ്യപ്പെട്ടു. പക്ഷേ ഭാഷാകാവ്യമായതിനാൽ മേൽപ്പത്തൂർ എന്ത് ചെയ്തു? അതിന് സമ്മതിച്ചില്ല. ഞാൻ നോക്കിത്തരാമെന്ന് പറഞ്ഞില്ല. പക്ഷേ പിറ്റേന്ന് മേൽപ്പത്തൂരിന് വാതരോഗം കൂടിയെന്നും കൃഷ്ണൻ പ്രത്യക്ഷപ്പെട്ട്, ഭഗവാൻ കൃഷ്ണനാണ് കേട്ടോ, അദ്ദേഹം പ്രത്യക്ഷപ്പെട്ട് പൂന്താനത്തിൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുത്താൽ രോഗം മാറുമെന്ന് ആരോട് പറഞ്ഞു? മേൽപ്പത്തൂരിനോട് പറഞ്ഞു എന്നുള്ളതാണ് ഐതിഹ്യം.
ഐതിഹ്യങ്ങളൊന്നും വിശ്വസനീയമല്ല എങ്കിൽ പോലും അത്തരം കഥകളൊക്കെ നമുക്ക് കേട്ടിരിക്കാൻ ഒത്തിരി രസമാണ്. ഇനി പൂന്താനത്തിൻ്റെ കൃതികൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ പ്രധാനപ്പെട്ട കൃതി എന്ന് പറയുന്നത് ജ്ഞാനപ്പാന തന്നെയാണ്. പിന്നെ സന്താന ഗോപാലം പാനയുണ്ട്, ഭാഷാ കർണാമൃതം പാനയുണ്ട്, പിന്നെ ശ്രീകൃഷ്ണ കർണാമൃതം, 108 ഹരി, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളെന്ന് പറയുന്നത്. പൂന്താനമാണ് പാന എന്ന സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് കേട്ടോ. അങ്ങനെയൊരു സാഹിത്യ പ്രസ്ഥാനത്തിന് രൂപം കൊടുത്ത ആളാണ് പൂന്താനം. മഹാകവി എന്ന് വിശേഷിപ്പിക്കാൻ വേണ്ടത്ര ബൃഹത്തായ കൃതികളൊന്നും പൂന്താനം രചിച്ചിട്ടില്ല. പക്ഷേ ജ്ഞാനപ്പാന എന്ന കൃതിയിലൂടെ തന്നെയാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ പ്രസിദ്ധി നേടിയിട്ടുള്ളത്. ഇനി ജ്ഞാനപ്പാനയെക്കുറിച്ചൊന്ന് പരിശോധിക്കാം. പൂന്താനത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള ദാർശനികമായ കാവ്യമാണ് ജ്ഞാനപ്പാന. സാധാരണ ജനങ്ങൾക്ക് പോലും ഉൾക്കൊള്ളാനാകുന്ന വിധത്തിലാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ, പണ്ഡിതന്മാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ മാത്രമാണ് പഴയ കാലത്ത് ഒരുപാട് കൃതികൾ ഉണ്ടായിരുന്നത്. പക്ഷേ സാധാരണ ജനങ്ങൾക്ക് ഉൾക്കൊള്ളാനാകുന്ന രീതിയിലുള്ള കൃതികളാണ് പൂന്താനം രചിച്ചിട്ടുള്ളത്. ഇത്രയും നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് പോലും ഇന്നും പുതുമ നഷ്ടപ്പെടാതെ നമ്മൾ ചൊല്ലുന്ന വരികളാണ് ജ്ഞാനപ്പാനയിലെ വരികൾ. ഞാൻ സിലബസിൻ്റെ അവലോകനത്തിൽ പറഞ്ഞ പോലെ, കണ്ട് കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു നടിക്കുന്നതും ഭവാൻ, മാളിക മുകളേറുന്ന മന്നൻ്റെ തോളിൽ മാറാപ്പു കയറ്റുന്നതും ഭവാൻ. ഇതൊക്കെ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ചൊല്ലുന്ന വരികളാണല്ലേ. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് പൂന്താനം എഴുതിയ വരികളാണെങ്കിൽ പോലും ഇന്ന് അത്രയേറെ പ്രസക്തമായിട്ടുള്ള വരികളായിട്ടാണ് നമ്മൾ ചൊല്ലുന്നത്. ആറ്റുനോറ്റുണ്ടായ തൻ്റെ കുഞ്ഞിൻ്റെ മരണത്തിൽ നിന്നുണ്ടായ ദുഃഖത്തിൽ നിന്നാണ് ജ്ഞാനപ്പാന എഴുതിയത് എന്നാണ് പറയുന്നത്. കുഞ്ഞിൻ്റെ ജഡവും മടിയിൽ വെച്ച് ഒറ്റ ഇരിപ്പിൽ ജ്ഞാനപ്പാന എഴുതി തീർത്തു എന്നാണ് ഐതിഹ്യം പറയുന്നത്. ഇതൊന്നും നമുക്ക് അത്രത്തോളം വിശ്വസനീയമല്ല എങ്കിൽ പോലും ഇതെല്ലാം ഐതിഹ്യങ്ങളായിട്ടാണ് മാറിയിരിക്കുന്നത്. ഭക്തിയുടെ മഹത്വത്തിന് വേണ്ടി എഴുതിയ കാവ്യമാണെങ്കിൽ പോലും ഇത് നമ്മളെ ഒത്തിരി ചിന്തിപ്പിക്കുന്ന കാവ്യം കൂടിയാണ്. നമ്മൾ ഓരോ വരികൾ വായിക്കുമ്പോൾ തന്നെ നമുക്കത് വ്യക്തമാവുകയും ചെയ്യും. അപ്പോൾ ഇന്ന് നമ്മൾ ഒന്നാമത്തെ ശ്ലോകം മാത്രമാണ് എടുക്കുന്നത്. ബാക്കി ദിവസങ്ങളിൽ മറ്റ് ശ്ലോകങ്ങൾ എടുക്കാം, വിശദീകരിച്ച് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഇന്ന് ഒന്നാമത്തെ ശ്ലോകം വിശദീകരിച്ച് പറഞ്ഞു തരാം. ഞാൻ ചൊല്ലുകയാണ്. ചൊല്ലുമ്പോൾ എല്ലാവരും ഒന്ന് പുസ്തകത്തിലേക്ക് നോക്കുക കേട്ടോ. സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചു നാണം കെട്ടു നടക്കുന്നിതു ചിലർ, മതമത്സരം ചിന്തിച്ചു ചിന്തിച്ചു മതികെട്ടു നടക്കുന്നിതു ചിലർ, ചഞ്ചലാക്ഷിമാർ വീടുകളിൽ പുക്കു കുഞ്ചിരാമനായാടുന്നിതു ചിലർ, കോലകങ്ങളിൽ സേവകരായിട്ട് കോലം കെട്ടി ഞെളിയുന്നിതു ചിലർ, ശാന്തി ചെയ്തു പുലർത്തുവാനായിട്ടു സന്ധ്യയോളം നടക്കുന്നിതു ചിലർ, അമ്മയ്ക്കും പുനരച്ഛനും ഭാര്യയ്ക്കും ഉണ്മാൻ പോലും കൊടുക്കുന്നില്ല ചിലർ, അഗ്നിസാക്ഷിണിയായൊരു പത്നിയെ സ്വപ്നത്തിൽ പോലും കാണുന്നില്ല ചിലർ. ഇത്രയാണ് ആദ്യത്തെ ശ്ലോകത്തിൽ വരുന്നത്, ഒന്നാം ഭാഗത്തിൽ വരുന്നത്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് വിശദീകരിച്ച് നോക്കാം. മനുഷ്യ ജീവിതത്തിൻ്റെ അസ്ഥിരതയെ പറ്റിയാണ് പൂന്താനവും ഇവിടെ പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ അസ്ഥിരത എന്താണ്? നമ്മളൊക്കെ ഇത്ര കാലം വരെ ജീവിച്ചിരിക്കുന്ന യാതൊരു ഉറപ്പില്ല. ഇപ്പം ഞാൻ പറയുകയാണ് ഞാനൊരു 100 വയസ്സ് വരെ ജീവിക്കുന്നു. ആ 100 വയസ്സ് വരെ ജീവിക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ചിലപ്പോൾ 50-ാമത്തെ വയസ്സിൽ തന്നെ മരിച്ചു അല്ലേ. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു അസ്ഥിരമായിട്ടുള്ള കാര്യമാണ്, അതിലൊരു സ്ഥിരമല്ല. നമുക്ക് പോലും അറിയില്ല നമ്മൾ എത്ര കാലം ജീവിക്കും എന്നുള്ളത്. ഈ ജീവിതത്തിൽ അനുഭവിക്കുന്ന സുഖദുഃഖങ്ങളെല്ലാം ഭഗവാന്റെ ലീലാവിലാസം മാത്രമാണ് എന്നാണ് പൂന്താനം പറയുന്നത്. കുമാരനാശാൻ്റെ വീണപൂവിലൊരു വരി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ശ്രീഭൂവിലസ്ഥിരം അസംശയം. എന്താണ് ആ വരികളിൽ പറയുന്നത്? ഐശ്വര്യം ഭൂമിയിൽ സ്ഥിരമല്ല എന്നാണ് പറയുന്നത് അല്ലേ. നമ്മളൊക്കെ നിമിഷ നേരം കൊണ്ട് മണ്ണാകുന്ന മനുഷ്യരാണ്. നമ്മൾ ഒരുപാട് സന്തോഷിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നമ്മുടെ ജീവിതത്തിലേക്കൊരു ദുഃഖം കടന്നു വരിക അല്ലേ. ഇപ്പോൾ സന്തോഷമായിക്കൊള്ളട്ടെ ദുഃഖമായിക്കൊള്ളട്ടെ, ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ സ്ഥിരമായിട്ട് നിൽക്കുന്ന വികാരങ്ങളല്ല അല്ലേ. ദുഃഖം വരും, അത് കഴിഞ്ഞാൽ ഇപ്പോൾ സങ്കടം വരും, അങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഇന്നത്തെ കാലത്ത് എടുത്തു നോക്കിയാൽ തന്നെ ഈ ജാതിയുടെയും മതത്തിൻ്റെ പേരിൽ അടിയുണ്ടാക്കുന്ന എത്രയോ ആൾക്കാരെ നമ്മൾ കാണാം അല്ലേ. അല്ലെങ്കിൽ ഞാൻ രാജാവാണ്, അല്ലെങ്കിൽ ഞാൻ ആഢ്യനാണ്, മന്ത്രിയാണ് എന്നൊക്കെ പറയുന്ന മനുഷ്യന്മാരൊക്കെ ഒരു കാലത്ത് മണ്ണായി പോകേണ്ടവരാണ്.
ഇനിയിപ്പോൾ ജാതിയിൽ ഉയർന്നയാളാണ് അല്ലെങ്കിൽ മതത്തിൽ ഉയർന്നയാളാണ് എന്നൊക്കെ പറഞ്ഞ് അഹങ്കരിച്ച് നടക്കുന്ന ആൾക്കാരൊക്കെ ഈ മണ്ണിൽ ലയിക്കാനുള്ള ആളുകളാണ്. വല്ല കൃമികീടങ്ങൾ ഭക്ഷിക്കുകയോ വെണ്ണീറായി പോവുകയോ അല്ലെങ്കിൽ ജന്തുക്കൾ ഭക്ഷിക്കാനോ ഭാഗ്യമുള്ള ശരീരമാണ് നമ്മുടേത് എന്ന് ആലോചിച്ചാൽ തന്നെ നമ്മുടെ അഹങ്കാരമൊക്കെ മാറും. ഇനി പദപരിചയമാണ്. നിങ്ങൾക്കറിയാത്ത പദങ്ങളുടെയൊക്കെ അർത്ഥങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് ചെറിയൊരു നിഘണ്ടു കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വരികൾ വായിച്ചിട്ട് അതൊന്ന് വിശദീകരിക്കാം. സ്ഥാനമാനങ്ങൾ ചൊല്ലി കലഹിച്ച് നാണം കെട്ട് നടക്കുന്നിതു ചിലർ. എന്താണ് ആ വരികളിൽ പറയുന്നത്? ഓരോരുത്തർ സ്ഥാനമാനങ്ങൾ ചൊല്ലി കലഹിക്കുകയാണ്. കലഹിക്കുക പറഞ്ഞാൽ തർക്കം, അടി ഉണ്ടാക്കുകയാണല്ലേ. എനിക്ക് ആ പദവി വേണം, അല്ലെങ്കിൽ ഈ പദവി വേണം, എനിക്ക് മന്ത്രി കസേര തന്നെ വേണം, അതിൽ ഇപ്പം മുഖ്യമന്ത്രി പദം വേണം, അല്ലെങ്കിൽ പ്രധാനമന്ത്രി പദം വേണം, അതിൽ കുറഞ്ഞതൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് അടി ഉണ്ടാക്കുകയാണ് അല്ലേ. അപ്പോൾ അത് ഞാനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞതാണ് കേട്ടോ. രാഷ്ട്രീയത്തിൽ മാത്രമല്ല, നമ്മുടെ വീടുകളിലും ഇത് സാധാരണമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. ഇപ്പോൾ മൂത്ത ആൾ പറയാണ്, നീ എൻ്റെ താഴെയാണ് കേട്ടോ, നീ എന്നെ അനുസരിക്കണം. അതുപോലെ തന്നെ ഭർത്താവ് പറയാണ്, നീ എൻ്റെ താഴെയാണ്. ഭാര്യയോട് പറയാണ്, നീ എന്നെ അനുസരിക്കണം. ഇതൊക്കെ ഇത്തരത്തിലുള്ള ഈ പദവി പറഞ്ഞുകൊണ്ടുള്ള അടിയുണ്ടാക്കലൊക്കെ സ്ഥിരം കാഴ്ച തന്നെയാണ്. പക്ഷേ ഇങ്ങനെ നമ്മൾ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ട് അടി ഉണ്ടാക്കുന്ന ആളുകളൊന്നും അറിയുന്നില്ല, അവർ തന്നെ അപഹാസ്യരാവാണ് എന്നുള്ള. അടുത്ത വരി, മതമത്സരം ചിന്തിച്ചു ചിന്തിച്ച് മതി കെട്ട് നടക്കുന്നിതു ചിലർ. എന്താണ് മതമത്സരം എന്ന് പറഞ്ഞാൽ? അഹങ്കാരം കൊണ്ടുള്ള പകയാണല്ലേ മതമത്സരം. മതം എന്ന് പറഞ്ഞാൽ എന്താണ്? മതം എന്ന് പറഞ്ഞാൽ ഭ്രാന്ത് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ മതമത്സരങ്ങൾ ബുദ്ധിഭ്രമം ഉണ്ടാക്കുന്നു മനുഷ്യനല്ലേ, ബുദ്ധി ഇല്ലാതാവുകയാണ്. ഇത്തരത്തിലുള്ള മതമത്സര ബുദ്ധികൾ നമ്മുടെ നല്ല ബുദ്ധിയെ തന്നെ നശിപ്പിക്കുന്നു എന്നാണ് കവി ഇവിടെ പറയുന്നത്. അടുത്ത വരികളിൽ പറയുന്നത്, ചഞ്ചലാക്ഷിമാർ വീടുകളിൽ പുക്കു കുഞ്ചിരാമനായ ആടുന്നിതു ചിലർ. എന്താ പറയുന്നത്? ചഞ്ചലാക്ഷിമാരെന്ന് പറഞ്ഞാൽ സുന്ദരികളായ സ്ത്രീകൾ, ചലിക്കുന്ന കണ്ണുകളുള്ളവൾ അല്ലേ, ചഞ്ചലമായ അക്ഷിയുള്ളവൾ എന്നൊക്കെയാണ് ചഞ്ചലാക്ഷിമാരുടെ അർത്ഥം. അപ്പോൾ ഈ സ്ത്രീകളുടെ കീഴിൽ ഈ സ്ത്രീകളുടെ പ്രീതി പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് ചില ആണുങ്ങൾ കുഞ്ചിരാമൻ്റെ പോലെ ആടുകയാണ്. അങ്ങോട്ട് ചാടാൻ പറയുമ്പോൾ അങ്ങോട്ട് ചാടും, ഇങ്ങോട്ട് ചാടാൻ പറയുമ്പോൾ ഇങ്ങോട്ട് ചാടും അല്ലേ. കുഞ്ചിരാമൻ എന്ന് പറഞ്ഞാൽ ആരാണ്? കുരങ്ങനാണ് കേട്ടോ. കുട്ടിക്കുരങ്ങനാണ് കുഞ്ചിരാമൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കുഞ്ചിരാമൻ്റെ പോലെ സ്ത്രീകളുടെ പ്രീതി പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് അവരുടെ ഇച്ഛയ്ക്കനുസരിച്ച് തുള്ളുന്ന പുരുഷന്മാരാണെന്നാണ് അവിടെ പറയുന്നത്. എന്നാൽ ചിലരാകട്ടെ കോലകങ്ങളിൽ സേവകരായിട്ട് കോലം കെട്ടി ഞെളിയുന്നിതു ചിലർ. കോലകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? കൊട്ടാരങ്ങൾ അല്ലേ. ചിലരാണെങ്കിലോ കോലകങ്ങളിൽ സേവകരായിട്ട് നിൽക്കുകയാണ്. അവർക്ക് അതിനേക്കാളും വലിയ അഹങ്കാരമാണ്, അവരിങ്ങനെ ഞെളിഞ്ഞ് നടക്കുകയാണ്. അടുത്ത വരിയിൽ പറയുന്നത് എന്താണ്? ശാന്തി ചെയ്ത് പുലർത്തുവാനായിട്ട് സന്ധ്യയോളം നടക്കുന്നിതു ചിലർ. ശാന്തി ചെയ്യുക, പൂജ ചെയ്യുന്ന പൂജാരികൾ ആരാണ്? ബ്രാഹ്മണന്മാരല്ലേ. അവരും ഇതുപോലെ തന്നെ ഈശ്വരനിൽ എല്ലാം അർപ്പിച്ചുകൊണ്ട് പൂജ ചെയ്യുന്നവരാണ്. പക്ഷെ അവർ പോലും അത്തരത്തിൽ അവരുടെ തൊഴിലിന് വേണ്ടിയിട്ട് മാത്രമാണ് ആ ഒരു കർമ്മത്തെ കാണുന്നത് എന്നാണ് പറയുന്നത്. ദൈവത്തെ പൂജിക്കുന്നത് പോലും എന്താണ്? ഒരു ഉപജീവന മാർഗം മാത്രമായിട്ടാണ് അവർ കാണുന്നത്. അപ്പോൾ അത്തരത്തിൽ സുന്ദരിമാരായ സ്ത്രീകളുടെ പ്രീതിക്ക് വേണ്ടിയിട്ട് അവരുടെ വീടുകളിൽ ചെന്ന് കുരങ്ങ് കളിക്കുന്നവരെയും കൊട്ടാരങ്ങളിൽ സേവകരായി കോലം കെട്ടി നടക്കുന്നവരെയും ശാന്തിക്കാരായി ചമഞ്ഞ് നടക്കുന്നവരെയും നമുക്ക് കാണാം എന്നാണ് ആര് പറയുന്നത്? പൂന്താനം പറയുന്നത്. അടുത്ത വരികൾ, അമ്മയ്ക്കും പുനരച്ഛനും ഭാര്യയ്ക്കും ഉണ്മാൻ പോലും കൊടുക്കുന്നില്ല ചിലർ. അഗ്നിസാക്ഷിണിയായൊരു പത്നിയെ സ്വപ്നത്തിൽ പോലും കാണുന്നില്ല ചിലർ. എന്താണ് ആ വരികളിൽ പറയുന്നത്? സ്വന്തം അച്ഛനും അമ്മയ്ക്കും ഭാര്യയ്ക്ക് പോലും ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വക നൽകാത്തവരുണ്ട് അല്ലേ. അതായത് തീരെ ഉത്തരവാദിത്വമില്ലാതെ പെരുമാറുന്ന ആളുകളെക്കുറിച്ചാണ് കവി അവിടെ പറയുന്നത്. പിന്നെയോ, അഗ്നിയെ സാക്ഷി നിർത്തി വിവാഹം കഴിച്ച ഭാര്യയെ ഇവർ സ്വപ്നത്തിൽ പോലും പരിഗണിക്കുന്നില്ല. അഗ്നിയെ സാക്ഷി നിർത്തി, അഗ്നിസാക്ഷിയായിട്ട് വിവാഹം കഴിക്കുന്നത് ഹൈന്ദവ ആചാരപ്രകാരമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കല്യാണം കഴിച്ച ഭാര്യയെ സ്വപ്നത്തിൽ പോലും പരിഗണിക്കുന്നില്ല. അവരൊക്കെ സുന്ദരിമാരായ സ്ത്രീകളുടെ പിറകെയാണ് അല്ലേ. ഇത്തരത്തിൽ പരസ്ത്രീ ബന്ധം പുലർത്തുന്ന പുരുഷന്മാരെക്കുറിച്ചൊക്കെയാണ് അവിടെ പറയുന്നത്. എല്ലാവരും സ്വന്തം നേട്ടങ്ങളിലും സ്വന്തം സുഖങ്ങളിലും മാത്രമാണ് ശ്രദ്ധ വയ്ക്കുന്നത്.
ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത് തന്നെ എന്താ, മനുഷ്യജീവിതത്തിൻ്റെ അസ്ഥിരതയാണ് ജ്ഞാനപ്പാനയിൽ പൂന്താനം വിവരിക്കുന്നത് അല്ലേ. ഈ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന സുഖവും ദുഃഖങ്ങളെല്ലാം ഭഗവാന്റെ ലീലകൾ മാത്രമാണ്. സ്ഥാനമാനങ്ങളുടെ പേരിൽ കലഹിക്കുന്നവരൊരിക്കലും അത് അവരെ തന്നെ എത്രത്തോളം അപമാനിതരാക്കുന്നു എന്നുള്ളത് ചിന്തിക്കുന്നില്ല. ഇങ്ങനെയൊക്കെ അടി ഉണ്ടാക്കി കഴിഞ്ഞാൽ പോലും മനുഷ്യന് വേഗം മരിച്ചു പോകുന്ന ഒരു ജീവിയാണ് അല്ലേ. പിന്നെ മതവും മാത്സര്യങ്ങളെല്ലാം ബുദ്ധിഭ്രമം ഉണ്ടാക്കുന്നുണ്ട്. നല്ല ബുദ്ധിയെ മനുഷ്യന് നഷ്ടപ്പെടുത്തുന്നുണ്ട്. തൻ്റെ കർമ്മങ്ങളെപ്പറ്റി ബോധം വരുന്നില്ല, ചുമതലകളെ പറ്റിയൊക്കെ മറന്നു പോവുകയാണ് മനുഷ്യർ. സുന്ദരിമാരുടെ പ്രീതിക്ക് വേണ്ടി അവരുടെ വീടുകളിൽ ചെന്ന് കുരങ്ങ് കളിക്കുന്നവരെയും കൊട്ടാരങ്ങളിൽ സേവകരായി കോലം കെട്ടി നടക്കുന്നവരെയും ശാന്തിക്കാരായി ചമഞ്ഞ് നടക്കുന്നവരെയൊക്കെ നമുക്ക് കാണാം. ഇവരുടെയൊക്കെ ലക്ഷ്യം എന്താണ്? കാര്യസാധ്യമാണ് അല്ലേ. സ്വന്തം അച്ഛനും അമ്മയ്ക്കും ഭാര്യയ്ക്കും ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ പോലും ഉത്തരവാദിത്തം കാണിക്കാത്ത മനുഷ്യരുണ്ട് അല്ലേ. ഭാര്യയെപ്പോലും പരിഗണിക്കാതെ മറ്റ് പരസ്ത്രീകളുമായിട്ട് ബന്ധം പുലർത്തുന്നവരും മറ്റ് സുന്ദരികളുമായിട്ട് ജീവിതം ആസ്വദിക്കുന്നവരെയൊക്കെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത് കേട്ടോ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിച്ച് പറയാം. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. പുതിയൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.